ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തജിക്കിസ്ഥാനിലെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. തജിക്കിസ്ഥാനിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഏത് കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിലും നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് എബ്രോഡ് പോയിട്ട് MBBS അവിടുത്തെ പ്രസിഡന്റ് ഇമാം അലി റഹ്മാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു അലൂമിനിയാണ്. ഹായ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MBBS ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള തജിക്കിസ്ഥാൻ എന്ന കൺട്രീനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തജിക്കിസ്ഥാനിലെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എയിംസ്, ജിപ്മർ പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് തജിക്കിസ്ഥാനിലെ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ തജിക്കിസ്ഥാനിലെ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇൻഡെപ്ത് ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെഡാക്കിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള റുസ്മിന മാം ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ ഇന്ത്യയിൽ MBBS പഠിക്കണമെങ്കിൽ നീറ്റ് ആണ് ക്രൈറ്റീരിയ. സോ എബ്രോഡ് പോകാൻ ഈ സെയിം ക്രൈറ്റീരിയ തന്നെയാണോ? അതെ, നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് ഏത് കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിലും നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് എബ്രോഡ് പോയിട്ട് MBBS പഠിക്കാം. ആസ് എൻ എക്സ്പീരിയൻസ് മെന്റർ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്? തജിക്കിസ്ഥാനിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. 1947 എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് തജിക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയായ ദുഷാൻബേയിലാണ്. ദുഷാൻബേയിൽ ഓൾമോസ്റ്റ് ഒരു 1 മില്യൺ പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണ്. സോ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ നല്ല രീതിയിലുള്ള പേഷ്യൻ്റ് എക്സ്പോഷർ അവിടെ കിട്ടും. ഒരു 110ഓളം റിസർച്ച് സെൻറ്റേഴ്സ്, അതുപോലെ സയൻറ്റിഫിക് ലൈബ്രറീസ്, മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് ലൈബ്രറീസ്, ഇലക്ട്രോണിക് ലൈബ്രറീസ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ലൈബ്രറീസ് ഒക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അവിടുത്തെ പ്രസിഡന്റ് ഇമാം അലി റഹ്മാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു അലൂമിനിയാണ്. എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് സിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മോർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പഠിച്ചാലാണ് കൂടുതൽ പേഷ്യൻ്റ് എക്സ്പോഷർ കിട്ടുള്ളൂ. അതുപോലെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയും അതുപോലെ നമ്മുടെ എയർപോർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ദുഷാൻബേ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി വരുന്നത്. അവിടെ തജിക്കിസ്ഥാനിൽ ഓൾമോസ്റ്റ് ഒരു 10 മില്യൺ പോപ്പുലേഷൻ ഉണ്ടാവും. ദുഷാൻബേയിലാണെങ്കിൽ ഒരു 1 മില്യൺ. തജിക്കിസ്ഥാൻ്റെ പോപ്പുലേഷൻ്റെ മോർ പെർസെൻറ്റേജ് ഉള്ളത് ദുഷാൻബേയിലാണ്. അവിടെ പഠിക്കുന്ന കുട്ടിക്ക് നല്ല രീതിയിൽ പേഷ്യൻ്റ് എക്സ്പോഷർ കിട്ടും. ദെൻ എയർപോർട്ട് ട്രാവലിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ആകെ ഒരു 10 to 12 കിലോമീറ്റേഴ്സ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നത്. ഈ 2 ഫാക്ടർ കൊണ്ടാണ് സ്റ്റുഡൻസ് എല്ലാം സിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പോയി പഠിക്കാൻ ഒരുപാട് ഫീസ് ആവോ, അതോ കമ്പാരിറ്റീവ്ലി അത് അഫോർഡബിൾ ആണോ? ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിനെയും അതർ കൺട്രീസിലെ യൂണിവേഴ്സിറ്റീസിനെയും വെച്ച് നോക്കുമ്പോൾ തജിക്കിസ്ഥാനിലെ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി വളരെ കുറഞ്ഞ ഫീസ് സ്ട്രക്ചർ ആണുള്ളത്. അത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പോയിന്റ് അതാണ്. നമുക്ക് ഓരോ വർഷവും ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്റേൺഷിപ്പിന്, അതായത് 5th ഇയർ കഴിഞ്ഞ് 6th ഇയർ ഇന്റേൺഷിപ്പ് ആണല്ലോ, അതിന് ഫീസ് അവിടെ വരുന്നില്ല. ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നമുക്കൊരു 4 ലാഖിൻ്റെ ഉള്ളിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് തജിക്കിസ്ഥാനിലോട്ട് MBBS പഠിക്കാനായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അബ്രോഡിൽ കൊടുക്കുന്ന മെഡിക്കൽ പ്രോഗ്രാമിൽ ആവശ്യത്തിലുള്ള പ്രാക്ടിക്കൽസ് ഒക്കെ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഹോസ്പിറ്റൽസ് ആണ്. സോ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പ്രാക്ടിക്കൽസ് ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനാട്ടമി സെക്ഷനിൽ ഡെഡ് ബോഡിയുടെ അവൈലബിലിറ്റി ഉണ്ട്. പ്രാക്ടിക്കൽ സെക്ഷനെല്ലാം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് അവർ കവർ ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ സിലബസ് ആണോ അവിടെ ഫോളോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ കരിക്കുലമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന എല്ലാ മെത്തേഡ്സും, എല്ലാ ട്രീറ്റ്മെന്റ് മെത്തേഡ്സും എല്ലാം നമ്മൾ അവിടെ ഇതേപോലെ പഠിപ്പിക്കുന്നുണ്ട്. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഇന്ത്യൻ ഫാക്കൽറ്റീസും അവിടെയുണ്ട്. പുറത്ത് അതർ കൺട്രീസിൽ വരുന്ന ഫാക്കൽറ്റീസും ഉണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നമ്മുടെ സ്റ്റുഡൻസ് പ്രാക്ടിക്കലിന് പോകുന്നത്. നല്ല പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽസ് ആണ്. ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അവിടെ എല്ലാം നല്ല പേഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ നമുക്ക് അവിടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അവിടെ മലയാളി സ്റ്റാഫും അവൈലബിൾ ആണ്. ഈ യൂണിവേഴ്സിറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. ഒരു 28,000ഓളം സ്റ്റുഡൻസ് പെർ ഇയർ അവിടെ എൻറോൾ ചെയ്യുന്നുണ്ട് 18 ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട്. അതുപോലെ ഈ ലൈബ്രറീസ്, സയന്റിഫിക് ലൈബ്രറീസ്, ഒരു 110ഓളം റിസർച്ച് സെന്റേഴ്സ്, ദെൻ ഒരു 350 ബെഡഡ് ഹോസ്പിറ്റൽ, ഓൺ ഹോസ്പിറ്റൽ കോളേജിന്റെ ഇൻസൈഡിലുണ്ട്. ദെൻ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ജിമ്മ്, ബാഡ്മിൻ്റൺ, സ്വിമ്മിംഗ് പൂൾ, അതിനുള്ളൊരു ഏരിയ, ഒരു വലിയ ബിൽഡിംഗ്, സ്പോർട്സ് ബിൽഡിംഗ് തന്നെ.
അപ്പോൾ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മെസ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. മെസ്സ് ഇന്ത്യൻ മെസ്സ് അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് ഇന്ത്യൻ മെസ്സിൽ. അപ്പം ഒരു സ്റ്റുഡൻറ്റ് തജിക്കിസ്ഥാനിലേക്ക് പോയിട്ട് TNU പഠിച്ചിറങ്ങുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പ്ലാബ് USMLE കോച്ചിങ് ഫസ്റ്റ് ഇയർ മുതൽ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റിൻ്റെ കോച്ചിങ് 15 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി, ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ദെൻ വളരെ പോപ്പുലേറ്റഡായിട്ടുള്ളൊരു സിറ്റിയിൽ ഒരുപാട് പേഷ്യൻറ്റ് എക്സ്പോഷർ, നല്ല രീതിയിലുള്ള പേഷ്യൻറ്റ് എക്സ്പോഷർ കിട്ടിയിട്ട് ഇവർക്ക് പഠിച്ചിറങ്ങാൻ സാധിക്കും. ദെൻ ദുഷാംബെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരായാലും അവിടുത്തെ സിറ്റി ആയാലും ഇന്ത്യൻ സ്റ്റുഡൻസിന് അവർ വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. സോ നല്ലൊരു സിറ്റിയിൽ വളരെ കുറഞ്ഞ അഫോർഡബിൾ ഫീസിൽ നമുക്ക് MBBS കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാമെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നാട്ടിലെ MBBSയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 years ആണ്. അപ്പം ഈ എബ്രോഡും അങ്ങനെ തന്നെയാണ് വരുന്നത്? അതെ, NMCയുടെ റൂൾ അനുസരിച്ചിട്ട് 54 months ഓഫ് മിനിമം കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ് ആണ്. നമുക്കും തജിക്കിസ്ഥാനിലും വരുന്നത് 6 year ഇൻക്ലൂഡിങ് അക്കാദമിക് ലീവ് ഇന്റേൺഷിപ്പ് എല്ലാം ചേർത്ത് ഓവറോൾ 6 yearലാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എക്സാം എഴുതണം. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാമാണ് നെക്സ്റ്റ് എക്സാം. ഈ നെക്സ്റ്റ് എക്സാമിൻ്റെ കോച്ചിങ് ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് കോളേജിൽ കോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളും നെക്സ്റ്റ് എക്സാം എഴുതണം, എബ്രോഡ് പഠിച്ച കുട്ടികളും നെക്സ്റ്റ് എക്സാം എഴുതണം. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. സോ ഇതാണ് ബേസിക്കലി അബൌട്ട് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. ബേസിക്സ് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ ആൻഡ് കണക്ട് വിത്ത് മെഡാക് എഡ്യൂക്കേഷൻ സൊല്യൂഷൻ.